സാമ്പാർ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുകൂടി പറയാം നമുക്ക്. സാമ്പാർ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UAE താമസിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവരായിട്ടുള്ള നമ്മൾ ഒരുപാട് പേര് പ്രവാസികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ബുദ്ധിമുട്ടാവാതെ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിലിരിക്കേണ്ട 5 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ 5 കാര്യമാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതുമാണ്, പലരുടെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 5-മത് ആദ്യം പറയാം. ചെക്ക് സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായിരിക്കാം, ചെക്ക് കൊടുക്കുന്നവരും ഉണ്ടാവും. പല റിയൽ എസ്റ്റേറ്റിന് കൊടുക്കുന്നവരുണ്ടാവും, മറ്റുള്ള പല ബിസിനസ് ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പുതിയ നിയമം മാറിയത് പ്രകാരം ഇപ്പോഴത്തെ ചെക്ക് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് മുമ്പുള്ള ചെക്ക് നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ചെക്ക് കേസ് ഒന്നും കൂടെ കടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരിട്ട് എക്സിക്യൂഷൻ പ്രൊസീജിയറിലേക്കാണ് പോകുന്നത്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻ വഴി സെറ്റിലാക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് പൈസ അടക്കാനും ബാങ്കിലേക്ക് അടക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആളുകൾക്ക് സൗകര്യപ്രദമായിരുന്നു. ഇപ്പോൾ നേരിട്ട് എക്സിക്യൂഷൻ പ്രൊസീജിയറിലേക്കാണ് പോകുന്നത്. ഈ കേസ് ഫയൽ ചെയ്യുന്നതോടുകൂടി ട്രാവൽ ബാൻ ഇടും. അതാണ് പ്രധാന കാര്യം. അപ്പോൾ UAE കുടുങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ്. മാത്രമല്ല പൈസ കിട്ടാനുള്ളവർക്ക് അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ലീഗലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവർക്ക് അവരെ പൈസ മുടക്കിയത് നഷ്ടപ്പെടില്ല. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നെസസറി അല്ലാത്ത അൺനെസസറി ആയ ഇവന്റ്സിലൊക്കെ ചെക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുന്നത്. കറക്റ്റായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി ചെക്ക് കൊടുത്തവരുണ്ടാവാം, കൊടുത്തിട്ട് നമുക്ക് ചെക്ക് പൈസ കിട്ടാനുള്ളവരായിരിക്കാം. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പണം ഇല്ല. നമ്മളിപ്പോൾ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് റിട്ടേൺ മെമ്മോയുമായിട്ടാണ് നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പോകുന്നത്. റിട്ടേൺ മെമ്മോ പ്രകാരം നമ്മൾ നേരെ എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ബാൻ്റെ പേപ്പേഴ്സും റെഡി ആയിരിക്കും. അപ്പോൾ എത്രയും വേഗം ചെക്കിൽ അല്ലെങ്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ചെക്ക് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവുക. നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എപ്പോഴും സൂക്ഷിക്കുക, എങ്കിൽ കുഴപ്പമില്ലാതെ പ്രശ്നമൊന്നുമില്ലാതെ പോവുക. റിട്ടേൺ ആയാലും നമ്മൾ എന്ത് ചെയ്യണം, അത് ലീഗലായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫലം ഉണ്ടാവും, റിസൾട്ട് ഉണ്ട് ഇപ്പോൾ എന്നുള്ളത്. വൈഫ് ഒരു അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, റിയൽ എസ്റ്റേറ്റ് നമ്മൾ റൂമുകൾ കോൺട്രാക്റ്റ് വെച്ച് നമ്മൾ 1 ഇയറിനാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ അത് നമ്മളൊരു വർഷം കഴിയുമ്പോൾ നമ്മളതിന് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യണം. ഈ സമയത്ത് ഇലക്ട്രിസിറ്റി, അതുപോലെ നമ്മുടെ സിവറേജ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവരിൽ നിന്നൊക്കെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ 1 ഇയർ കഴിഞ്ഞാലും നമ്മൾ അവിടെ താമസിക്കുന്നില്ല എങ്കിൽ ഇതൊന്നും ക്ലിയർ ചെയ്യാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം 2-3 മാസം നമ്മുടെ ചെക്ക് അവിടെ ഇല്ല എന്നുള്ള ആശ്വാസത്തിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ചിലപ്പം, അല്ലെങ്കിൽ വേറെ ആളുകളായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളും നമ്മൾക്കെതിരെ നിയമ നടപടി ഉണ്ടാവും. ആരുടെ പേരിലാണോ കോൺട്രാക്ട് ഉണ്ടായിരുന്നത് അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടാവും. അതായത് നമ്മളിവിടെ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റുമായി കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ക്ലിയർ ചെയ്യുക, അങ്ങനെ സീവറേജ്, മറ്റുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്ത് റിയൽ എസ്റ്റേറ്റ് കൊണ്ടുപോയി ആ കോൺട്രാക്ട് ക്ലോസ് ചെയ്യണം. അല്ല എങ്കിൽ നമ്മൾ റിന്യൂ ചെയ്ത് പിന്നീട് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ക്ലോസ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ അത് പിന്നീട് നമുക്ക് റെന്റൽ കോർട്ടിൽ നിന്ന് നോട്ടീസ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയ പോലും ചെയ്യില്ല. RDC എന്ന് പറയുന്ന റെന്റ് ഡിസ്പ്യൂട്ട് കോർട്ട് എന്നതിൽ റിയൽ എസ്റ്റേറ്റുകാർ കംപ്ലയിൻറ്റ് കൊടുക്കും. നമ്മുടെ ചെക്ക് ഉണ്ടാവണമെന്നില്ല, നമ്മുടെ പേരിലാണ് ആദ്യത്തെ കോൺട്രാക്ട് ഉണ്ടാവുക. ആ ഡീറ്റെയിലേക്ക് നമ്മുടെ പേരിൽ കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രാവൽ ബാനാണ്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളിവിടെ ഒരു തിസലാത്തോ ഡൂ അങ്ങനെയുള്ള കണക്ഷൻസൊക്കെ എടുക്കാറുണ്ട്. അപ്പം അത് എപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോൺട്രാക്റ്റ് പീരീഡ് ഉള്ളതുണ്ടാവാം, ഇല്ലാത്തതുണ്ടാവാം. പോസ്റ്റ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ നമ്മളത് പൈസ അടക്കാതെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്യൂസ് വന്ന് പിന്നെ അതൊരു ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് മാറും. ഇപ്പോൾ പുതിയ നിയമം മാറിയത് പ്രകാരം ഇത്തരം ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ സംബന്ധമായിട്ടും ഒക്കെ നമ്മൾ UAE കുടുങ്ങി പോകാനും ഒക്കെ ആ സമയത്തായിരിക്കും അറിയുന്നുണ്ടാവുക. എയർപോർട്ടിൽ പോണ സമയത്തായിരിക്കും മിക്കവാറും നമുക്ക് ട്രാവൽ ബാൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം.
അപ്പോൾ അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്, അതായത് നമ്മൾ താഴേക്ക് വന്ന് 5, 4, 3 കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? എമിറേറ്റ്സ് ഐ ഡി. അതായത് നമ്മളിവിടെ വന്ന് ഒരു വിസ എടുത്ത സമയത്ത് എമിറേറ്റ്സ് ഐ ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. എമിറേറ്റ്സ് ഐ ഡി അപ്ലൈ ചെയ്ത് എമിറേറ്റ്സ് ഐ ഡി നമുക്ക് ഒരു പക്ഷേ എന്തെങ്കിലും വിഷയം കാരണം, ചെറിയ ടൈപ്പിംഗ് എററോ എന്തെങ്കിലും പ്രോബ്ലം കാരണം നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ നമ്മളത് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുമോ? ഒരു പക്ഷേ നമ്മുടെ നമ്പർ ആയിരിക്കില്ല ടൈപ്പിംഗ് സെന്ററിൽ നമ്പർ ആയിരിക്കും മിക്കവാറും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അതും ശ്രദ്ധിക്കുക. ടൈപ്പിംഗ് സെന്ററിൽ പറയണം നമ്മുടെ നമ്പർ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മുടെ നമ്പർ തന്നെ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ആണ് മെസ്സേജ് വരിക. ഒന്നുമില്ലെങ്കിൽ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലാണ് ഡെലിവറി എന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്ന് എന്നുള്ള അറിയിക്കും. ഇല്ല എങ്കിൽ നമുക്കത് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ ഒരു പക്ഷേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ അത് എമിറേറ്റ്സ് ഐ ഡിയുമായി ബന്ധപ്പെട്ടിട്ട് അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ എററൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ അത് വീണ്ടും സബ്മിറ്റ് ചെയ്ത് എമിറേറ്റ്സ് ഐ ഡിയുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. നമ്മളത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരു ടൈം ലിമിറ്റ് ഉണ്ട്, അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടായിരിക്കും. അതിനുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവുകയാണ്. ആ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഫൈനായി മാറും. 1000 ദിർഹംസാണ് ഫൈൻ വരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ പൈസ അല്ല. അപ്പോൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുക. 1000 ദിർഹംസ് ഫൈൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അതായത് നമ്മളിവിടെ പല ആളുകളും പല ബിസിനസ്സുകൾ ആളുകളുമായി ചെയ്യാറുണ്ട്, കൂടി ചേർന്നുകൊണ്ട് പണം ഇടപാട് നടത്താറുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ആളുകളാണ് ഇവിടെ ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു 10,000 ദിർഹംസിൻ്റെതാണെങ്കിലും അതിന് മുകളിലുള്ളതാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പല ആളുകളുടെയും ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പണം ഇടപാട് നടത്തി കഴിഞ്ഞാൽ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കാലുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലേക്കുള്ള ഒരു ബന്ധത്തിലാണ് കാര്യങ്ങൾ നടത്തൽ. പക്ഷേ അത് പലപ്പോഴും പല ആളുകൾക്കും പിന്നീട് ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, പണം നഷ്ടപ്പെടാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരു എഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റ്, ലീഗലായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് നമ്മൾ എഴുതി ഉണ്ടാക്കുക. അത് ലീഗൽ ട്രാൻസ്ലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നമുക്ക് പിന്നീട് പണം നഷ്ടപ്പെടാതെ അത് നമുക്ക് പിന്നീട് ആ പണം കിട്ടിയിട്ടില്ലെങ്കിലും ലീഗലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത്തരം കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കിയത് നമുക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കും. ഒന്നുകിലോ എന്ത് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോഴും ലീഗലായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ചെറിയ ഒരു കാര്യമുള്ളൂ, ഒരുപാട് വലിയ ചെലവുകളുള്ള കാര്യമില്ല, പ്രൊസീജിയറുള്ള ഒന്നല്ല. അപ്പോൾ നാട്ടിലാണെങ്കിലും UAE-യിലാണെങ്കിലും ഒക്കെ സുഹൃത്തുക്കൾ തമ്മിലോ നമ്മുടെ അടുത്ത ബന്ധുക്കൾ തമ്മിലോ ഒക്കെ പണം ബിസിനസ് പരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ എപ്പോഴും ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നിയമപരമായ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നിലനിൽക്കാൻ അത് നല്ലതാണ്, നമ്മളെ പണം നഷ്ടപ്പെടാതിരിക്കാനും നല്ലതാണ്. പക്ഷേ അതിനൊരു വാലിഡിറ്റി ഇല്ല നാട്ടിൽ. കോൺട്രാക്ട് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ഇവിടെയും ചിലപ്പോൾ ഒരു വർഷത്തെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു വർഷമാണല്ലോ നമ്മളിവിടെ ലൈസൻസുകൾ പുതുക്കുന്നത്. അതുപോലെ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് ഈ വർഷാവർഷം റിന്യൂവൽ ചെയ്താൽ മതി, ഒരുമിച്ച് തന്നെ ചെയ്താൽ മതി. ലീഗൽ ട്രാൻസ്ലേഷനൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ കോൺട്രാക്റ്റ് മാറ്റി വെക്കുക. അപ്പോൾ അത്തരം ഒരു 5 ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് UAE-യിലാവുമ്പോൾ, അല്ലേ? ഇതിലേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണിത്. ശ്രദ്ധയിലുണ്ടെങ്കിൽ നമ്മളിതിനെ വല്ലാണ്ട് കാര്യമാക്കാറില്ല. ചിലർ റൂം എടുത്തു അങ്ങനെ പോകും, പിന്നീട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ അറിയില്ല, ചെക്ക് കൊടുക്കും. പക്ഷെ നമ്മുടെ പ്രവാസി മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ചെക്ക് സംബന്ധമായി അല്ലെങ്കിൽ ഈ ബിസിനസ് പരമായിട്ടുള്ള പണമിടപാടുകൾക്ക് തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഒരുപാട് പ്രവാസികൾ ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ അവർ നേരത്തെ ചെയ്തു വെക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എമിറേറ്റ്സ് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെക്ക്, റൂം റെൻറ്റ്, നമ്മളൊരു പോസ്റ്റ് പെയ്ഡ് നമ്പറോ എത്തിസിലാത്ത ഡൂമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റ്, ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കി വെക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവട്ടെ, അല്ലേ? അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ സാമ്പാർ വേൾഡിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് UAE-യിലെയോ നാട്ടിലെയാണെന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ട ലീഗൽ കൺസൾട്ടേഷനോ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.